ഹായ് ഓൾ, ഇന്ന് നല്ലൊരു വീക്കെൻഡ് ആണ്. അന്നേരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തപ്പോഴാണ് ദേ ഫ്രിഡ്ജിൽ കുറച്ച് ബജിമുളക് ഇരിക്കുന്ന കാര്യം ഓർത്തത്. അപ്പം തന്നെ ബജിമുളക് എടുത്ത് ദേ ബജി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അതിന് വേണ്ടിയിട്ട് സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് ഞാൻ എടുക്കുന്നത്. സെൽഫ് റൈസിംഗ് ഫ്ലോറിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും ഒരു ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തേ. അപ്പോഴത്തേനും ദേ അമ്മേനെ അന്വേഷിച്ച ഒരാളിങ് എത്തിയല്ലോ. ഞാൻ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കൂട്ടോ. അന്നേരം അതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ ആണ്. സോ അതേ എണ്ണ വെച്ചു, അതിനകത്ത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും ബജിയുടെ ബാറ്റർ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബജിമുളക് അതിനകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുവാണേ. ആ സമയം കൊണ്ട് ദേ ഇച്ചായം വരാറായി. അതുകൊണ്ട് ഞാൻ ദേ കോഫിയും കൂടെ വെച്ചിട്ടോ. ഇച്ചായന് കോഫിയാണ് ഇഷ്ടം, എനിക്ക് ഫേവറേറ്റ് കോഫി തന്നെ കേട്ടോ. പറഞ്ഞ സമയം കൊണ്ട് ബജ്ജി റെഡിയായി. ഇനി ഒരു ഈസി ചട്നി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഒണിയൻ നമുക്ക് മുറിച്ചെടുക്കാമേ. ദേ ഈ കോഫി കണ്ടോ, ഈ കോഫിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഡാഡി കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനത്തെ കോഫി. ഇപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് കോഫി ഇതാട്ടോ. ദേ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ, നമ്മുടെ ഈസി ചട്നി. അതിന് വേണ്ടിയിട്ട് ദേ ടൊമാറ്റോ എടുത്തു, ലെമൺ ജ്യൂസ് ഇച്ചിരി സ്ക്യൂസ് ചെയ്തിട്ടു, ഉപ്പിട്ടു, ദേ മിക്സിയിലിട്ട് 2 കിർ ഈസി ചട്നി അങ്ങനെ റെഡിയായിട്ടോ. ഹായ്, വൈകുന്നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഒന്നിച്ച് കഴിക്കുന്നത് ഭയങ്കര രസമല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.